ഹായ് ഗൈസ്, ഞാനൊരു കാര്യം പറയാം. ഞാൻ കുറച്ച് മുന്നേ വരെ കുറച്ച് ഇമോഷണൽ ആയിരുന്നു കേട്ടോ. കാര്യം ഞാൻ പറയാം. ഞാൻ 2-3 വീഡിയോസ് കണ്ടു. അവരുടെ വീഡിയോസ് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ChatGPTയോട് ഒരു പ്രോംപ്റ്റ് നമ്മൾ കൊടുക്കുവാണ്. ആ കൊടുക്കുമ്പോൾ അതിന് കിട്ടുന്ന മറുപടി കണ്ടിട്ടാണ് ഞാൻ ഇമോഷണൽ ആയത്. നമ്മുടെ കണ്ണ് നിറഞ്ഞു. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ ആളുടെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അത് വിട്ട് കളഞ്ഞു. പക്ഷേ ഇത് തന്നെ എൻ്റെ റീൽസിൽ വന്നതുകൊണ്ടാണ് എൻ്റെയും ഞാനൊന്ന് ട്രൈ ചെയ്തത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം വേറെ ഒന്നുമല്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഒരാൾക്ക് കിട്ടുമ്പോൾ അയാൾ ചോദിക്കുകയാണ്, ഇത് ആരുടെ ആയിരുന്നു ഈ ഫോൺ, ഒരു സ്ട്രേഞ്ചറിന് കിട്ടിയത് ആരുടെ ആയിരുന്നു ഈ ഫോൺ എന്ന് ചോദിക്കുമ്പോൾ ChatGPT നമ്മളെ പറ്റി പറഞ്ഞു കൊടുക്കുന്നതാണ് അതിൽ പറയുന്നത്. ശരിക്കും ഞാനത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ശരിക്കും നമ്മൾ ഇത്രത്തോളം ChatGPT മനസ്സിലാക്കിയിട്ടുണ്ടോ. സംഭവം കറക്റ്റ് കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും ഇതുമൊക്കെ വെച്ചിട്ടാണ് ChatGPT പറയുന്നത്. പക്ഷെ അത് വായിക്കുമ്പം നമ്മളെ തന്നെ നമ്മൾ എങ്ങനെയുള്ള ഒരാളായിരുന്നു, അല്ലെ എന്താണ് നമ്മളെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മറ്റൊരാൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ChatGPT എഴുതി വർണ്ണിച്ച് വെച്ചിരിക്കുന്നത്. കുറേ പേർക്കത് ഒരു ഭയങ്കര ഇമോഷണൽ ആയിരിക്കും, കരച്ചിൽ വരും. എനിക്ക് ഓരോ വരികൾ വായിക്കുമ്പോഴും മനസ്സിലെന്തോ ഒരു ഇതുണ്ടായിരുന്നു. എൻ്റെ കണ്ണ് നിറഞ്ഞു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്കും നിങ്ങളെപ്പറ്റി പറയുന്നത് കറക്റ്റാണോ എന്നുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. എല്ലാവരും ChatGPT ഒക്കെ ഉപയോഗിക്കുന്നില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പ്രോംപ്റ്റ് ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ ടൈപ്പ് ചെയ്തൊന്നും എടുക്കണ്ട, ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ChatGPTയോട് തന്നെ പറഞ്ഞാൽ മതി, ഈ പ്രോംപ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നിങ്ങൾ കോപ്പി ചെയ്ത് വരുമ്പോൾ അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ആ പ്രോംപ്റ്റ് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്കും നിങ്ങളുടെ റിസൾട്ട് കിട്ടും. നിങ്ങളൊന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ.